സർക്കാർ നിർദ്ദേശപ്രകാരം വിളിച്ചു ചേർത്ത സർവകക്ഷി യോഗത്തിലെ തീരുമാനങ്ങൾ ലംഘിക്കുന്നു എന്നാണ് കേരള ഫെസ്റ്റിവൽ കോർഡിനേഷൻ കമ്മിറ്റിയുടെ ആരോപണം. നിയമാനുസൃതമായി ആചാരങ്ങളുടെ ഭാഗമായ ആഘോഷങ്ങൾ മുൻ വർഷങ്ങളിലെ പോലെ നടത്താനായിരുന്നു യോഗ തീരുമാനം. എന്നാൽ ഉത്രാളിക്കാവ് പൂരത്തിന്റെയും മച്ചാട് മാമകത്തിന്റെയും വെടിക്കെട്ട് മുൻ വർഷങ്ങളിലേതുപോലെ നടത്താൻ അനുമതി നൽകിയിട്ടില്ല. ഇതോടെയാണ് ഹർത്താലടക്കമുള്ള പ്രത്യക്ഷ സമരപരിപാടികളുമായി മുന്നോട്ടു പോകാൻ തീരുമാനിച്ചത്. കേരള ഫെസ്റ്റിവൽ കോർഡിനേഷൻ കമ്മിറ്റി ഈ സമരത്തിന് പരിപൂർണ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ഈ മാസം 23-ാം തീയതി തൃശൂർ ജില്ലയിൽ കാലത്ത് 6 മണി മുതൽ വൈകിട്ട് 6 മണി വരെ ഹർത്താൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഞങ്ങൾ എല്ലാ രാഷ്ട്രീയ കക്ഷികളുടെയും വിവിധ സാമൂഹിക സാംസ്കാരിക സംഘടനകളുടെയും പിന്തുണ ഈ കാര്യത്തിൽ ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിച്ച് അവരെല്ലാം സമീപിച്ചിട്ടുണ്ട്. ജില്ലാ ഭരണകൂടത്തിന്റെയും ഉദ്യോഗസ്ഥരുടെയും നടപടികൾ തടയുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടെന്ന് ഫെസ്റ്റിവൽ കോർഡിനേഷൻ കമ്മിറ്റി ആരോപിച്ചു. ഈ മാസം 26 മുതൽ തൃശൂർ ജില്ലയിലെ 3 മന്ത്രിമാരുടെ വീടിന് മുന്നിൽ രാപ്പകൽ സമരം നടത്താനും തീരുമാനമായി. തുടർന്നും സർക്കാർ ഇടപെടൽ ഉണ്ടായില്ലെങ്കിൽ കേരളത്തിലെ എല്ലാ ഉത്സവങ്ങളും ആഘോഷങ്ങളില്ലാതെ ചടങ്ങ് മാത്രമാക്കി പ്രതിഷേധിക്കാനും കേരള ഫെസ്റ്റിവൽ കോർഡിനേഷൻ കമ്മിറ്റിയും വിവിധ ദേവസ്വങ്ങളും തീരുമാനിച്ചിട്ടുണ്ട്. സമരങ്ങൾക്കും ഹർത്താലിനും പൂർണ്ണ പിന്തുണയുമായി കോൺഗ്രസും BJPയും രംഗത്തെത്തി. മീഡിയ 1 തൃശൂർ.